ആസ് എ CEO നമ്മൾ ചിന്തിക്കുന്നതാണ് ഹൗ ടു റേസ് മൈ കമ്പനീസ് വാല്യൂഷൻ. എൻ്റെ കമ്പനീൻ്റെ വാല്യൂഷൻ ഇത്രയെന്ന് ഇപ്പോൾ എത്ര ഓണ്ടർപ്രണേഴ്സ് അറിയും. ഇപ്പോൾ ഞാനൊരു ഓണ്ടർപ്രണർ ഞാൻ 3 രീതിയിൽ ചിന്തിക്കണം. ഒന്ന്, ഫ്രം എ ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവ്. എനിക്ക് ഈ ഇത് സക്സസ് ആക്കി ഞാൻ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് നേടണം, ഇത് നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഫ്രം എ ഫൗണ്ടർ പെർസ്പെക്റ്റീവ്. എല്ലാവരും ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ എല്ലാവരും എന്താണ് ഓക്കെയാണ്. അടുത്തതാണ് പ്രശ്നം. അടുത്തത് കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആണ്. ഈ കസ്റ്റമറിന് എൻ്റെ പ്രൊഡക്റ്റ് വേണോ, അല്ലെങ്കിൽ ഇത് ഏത് റേറ്റിനാണ് വേണ്ടത്, ഇതാണ് കസ്റ്റമർ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ പോലെ ചിന്തിക്കണം. കസ്റ്റമർ പെർസ്പെക്റ്റീവ്. മൂന്നാമത്തതാണ് ആരും ചെയ്യാത്ത പ്രശ്നം, ഫ്രം എൻ ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവ്. ഒരു ഇൻവെസ്റ്റർ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് ഉദ്ദേശം. അവർ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് ഇത്ര വാല്യൂഷനിൽ പോകുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഇൻവെസ്റ്റർ വരുമ്പോൾ അവർക്ക് എക്സിറ്റ് ചെയ്യണം. വാല്യൂഷൻ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ആസ് എ CEO നമ്മൾ ചിന്തിക്കുന്നതാണ് ഹൗ ടു റേസ് മൈ കമ്പനീസ് വാല്യൂഷൻ. എൻ്റെ കമ്പനീൻ്റെ വാല്യൂഷൻ ഇത്രയെന്ന് ഇപ്പോൾ എത്ര ഓണ്ടർപ്രണേഴ്സ് അറിയും. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വാല്യൂഷൻ മൈ കമ്പനി ഹോൾഡ്സ് റൈറ്റ് നൗ. എന്നിട്ട് വേണം ഞാൻ ഇത് പ്ലാൻ ചെയ്യാൻ, ഈ വാല്യൂഷനിൽ കൊണ്ടുപോകണം. ഇതായിരിക്കണം ഒരു CEOൻ്റെ ഗോൾ. ഒരു കമ്പനിയിൽ CEO ഉണ്ടാവും, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ഉണ്ടാവും, മാർക്കറ്റിംഗ് CMO ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഓരോരോ മോട്ടീവായിരിക്കണം. CEOൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ കൊണ്ടുപോകുക, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക. ചീഫ് ഓപ്പറേഷൻ ഓഫീസർ നമുക്ക് എന്താണ് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.